മൈക്ക് ടെസ്റ്റിംഗ്. യെസ്. ഹലോ ഗൈസ്, അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എൻ്റെ മെഗാ സിറ്റി പ്രോജക്റ്റ് ഞാൻ ചെയ്ത് കഴിഞ്ഞു. അതിന് മുമ്പേ വീഡിയോ ഒക്കെ ഇടാൻ മറന്നുപോയി, സോറി. അപ്പം എൻ്റെ സിറ്റിയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക്. ഇത്രയ്ക്ക് ഊളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതാണ് ലുലു മാള്. അകത്ത് ഇഷ്ടംപോലെ റൈഡുണ്ട്. KFC അങ്ങനത്തെ കുറേ ഫുഡ് കോർട്ട്, പിന്നെ ബാക്കി അണ്ടർ കൺസ്ട്രക്ഷൻ ആയതേ ഉള്ളൂ. പിന്നെ ഇതാണ് ആദ്യം പതുക്കെ കാണിച്ചു തരാം. ഇതാണ് നാഷണൽ ഹൈവേ. പക്ഷേ കുറേ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാറുണ്ട്, ലൈറ്റ് അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ ഫുള്ളും പ്രകൃതിയായിരുന്നു. ഇപ്പം ഞാൻ ഇവിടെ മോഡേൺ ഹൗസ്, മോഡേൺ ഫ്ലാറ്റ്സ്, മോഡേൺ സ്കൈ സ്ക്രാപ്പേഴ്സ്. ഇതാണ് നമ്മുടെ ആർടെക്കിൻ്റെ ബിൽഡിംഗ് ഇവിടെ ഉണ്ടാക്കി വെച്ച്. അതിന് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. പക്ഷേ ഇതൊക്കെ ടവറുകളാണ്. നല്ല ഫ്ലോർ ഉണ്ടായില്ല, ടവർ മാത്രം, ഫ്രെയിം മാത്രം ചെയ്ത്. അതുപോലെ ഈ ടവർ ഇത് ബെൽജി ഖലീഫയുടെ പൂരം ഉണ്ടാക്കിയതാണ് ചർച്ചുമ. അടുത്ത് ഇതൊരു ബീക്കൺ. ഇതാണ് എൻ്റെ ആദ്യത്തെ പാലം, ഞാൻ ഉണ്ടാക്കിയ ആദ്യത്തെ പാലം. ഫുള്ളും ഐസ്, ഞാൻ ഐസി ടെറൈനിലാണ് വന്നത്. പിന്നെ ഇവിടെ ഫുള്ളും മണ്ണായിരുന്നു. പിന്നെ കോൺക്രീറ്റ് ഫിറ്റ് ചെയ്ത് റോഡ്, ഇതാണ് റോഡ്. പിന്നെ ഇവിടെയൊക്കെ അണ്ടർ കൺസ്ട്രക്ഷൻ. ഇവിടെ ഇത് ഫുട്ബോൾ ഏരിയ. ഇത് നാഷണൽ ഹൈവേ ആണ്, കണക്ട് ചെയ്തിട്ടാണ് മെയിൻ റോഡിൽ കയറണം. ഇതെന്ന് പറയണത് എന്തോന്നാണ്, ഇതെന്ന് പറയണത് എന്താ ടോളില്ലേ, ടോള്, ഈ നാഷണൽ ഹൈവേയിൽ കാണുന്ന ടോള്. പിന്നെ ഇത് KFC. താഴെ ചിക്കൻ എന്ന് പറയുന്നതാണ്, പക്ഷെ അത് എഴുതാൻ പറ്റില്ല. ഇതൊരു ടവറാണ്. സ്റ്റാച്ചു ഉണ്ടാക്കിയതാണ്, പക്ഷേ ഇങ്ങനെ വെറുതെ ഒരു സ്റ്റാച്ചു പോലാക്കി തന്നു. പിന്നെ കുറച്ച് ലാഗാണ്, മൈൻക്രാഫ്റ്റ് കയറ്റിയതേ ഉള്ളൂ ഞാൻ. പിന്നെ ഇതാണ് നെതർ റൈറ്റിൻ്റെ ടവർ. പിന്നെ ഇത് ഓരോ ഡയമണ്ട്, ഗോൾഡ് അങ്ങനത്തെ ടവർ. പിന്നെ ഇത് ട്വിൻ ടവേഴ്സ്. ഹൈവേ ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കഫറ്റേരിയ വരുന്നുണ്ട്, അതിനാണ് സ്പേസ്. പിന്നെ അതിൻ്റെ താഴെ പോലീസ് സ്റ്റേഷൻ. പിന്നെ ഈ വില്ലേജ് ടവർ. ഇത് ഹോട്ടലാണ്. പിന്നെ ഇത് എമറാൾഡ് സ്ക്വയർ എന്നും പറഞ്ഞ സ്ഥലമാണ്. എമറാൾഡ് ഡിമാൻഡോ സ്ക്വയർ. ചുമ്മാ പേരിട്ടത് അങ്ങനെ. നമുക്കപ്പം ഈ പാലം കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ താഴെ പോകുമ്പോൾ വീണ്ടും ഒരു ഹൈവേ ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു ടവർ ചാനലിൻ്റെ അകത്താണ്. വീണ്ടും അതിൽ കൂടെ കണക്ട് ചെയ്യും. അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഇതുവഴി കൂടെ പോയാൽ നേരെ നമ്മളെ ലുലു മാൾ കയറും. പിന്നെ ഹൈവേ വരെയും കാണാം, പക്ഷേ നമ്മളെ ഇതുവഴിയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ ഇതാണ് ഇന്ത്യൻ ഫ്ലാഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് എൻ്റെ ആദ്യത്തെ വീട്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, അങ്ങോട്ടൊരു സാധനമുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാൻ പോലെ. ഇവിടെ താഴെയാണ് ഹോട്ടൽ. ഇത് കണ്ട, ഇവിടെ വരെ റോഡ് കണക്ട് ചെയ്യുന്നുണ്ട്. ഹോട്ടൽ ഇവിടെ ബിൽഡ് ചെയ്യുന്നു. പിന്നെ ഡാം ഞാൻ കാണിച്ചു തരാം. ഒരു ഡാമാണ് നമ്മളെ. ഇവിടെ ഫുള്ളും ഡാം കണ്ട. ഇവിടെ ഫുൾ അണക്കെട്ട്, വെള്ളം ചെയ്യാൻ. അടുത്ത് ഇതാണ് നമ്മുടെ ട്രീ ഹൗസ്. ഇവിടെ ഫുള്ളും ജംഗിളായിരുന്നു. ഇപ്പം ഞാൻ വിചാരിച്ച് ട്രീ ഹൗസ് ആക്കാമെന്ന് വിചാരിച്ച്. നമുക്ക് ഒന്ന് കയറി നോക്കാം. ഇവിടെ ജസ്റ്റ് ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ലിവിങ് റൂമാണ്. നിങ്ങൾക്ക് കയറുമ്പോൾ മനസ്സിലാവില്ലായിരിക്കും, കുറച്ച് ലാഗാണ് കേട്ടോ. ഇത് ഗസ്റ്റ് റൂമാണ്, അതുകൊണ്ടാണ് വൈറ്റ്. ഇത് ആലമാരിയാണ്. പിന്നെ നമുക്ക് ഇവിടെയും കൂടെ കയറാം. പിന്നെ നമുക്ക് ഇതുവഴി കൂടെ വരാം, ഈ ലാഡർ വഴി. ഇതാണ് നമ്മുടെ മെയിൻ മുറി. ഇതെൻ്റെ മുറി. മേളിൽ പോയി നമുക്കിവിടെ എൻ്റെ സ്റ്റഡി റൂമാണ്.
കുറച്ച് സ്റ്റക്കാണ് ഗൈസ്. എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റക്ക് ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒരു വ്യൂ കാണാം. പിന്നെ ഇഷ്ടംപോലെ മുറിയുണ്ട്. പിന്നെ ഇവിടെ ഒരു മുറി ബ്ലാങ്ക് സ്പേസ്, കുറച്ച് സ്റ്റക്കാണ്. ഇവിടെയൊക്കെ പിന്നെ നമുക്ക് നോക്കാം. ഇവിടെ ഫുള്ള് ഇത് നമുക്ക് അതിൻ്റെ ഭയങ്കര ലാഗാണ് കേട്ടോ ഗൈസ്. ഇത് നമ്മളെ നെതർ പോർട്ടലാണ് ഇത്. ഓക്കെ, കുറച്ച് ലാഗ് ആയതുകൊണ്ടാണ്, സോറി ഗൈസ്. ഞാൻ ഇതിൻ്റെ മേളിൽ കയറാം. ഇത് ഇവിടെ മറ്റേ എൻ ബോർഡിലാണ്. ഇവിടെ പിന്നെ ഇവിടെ മറ്റേ റിസോഴ്സസ് അങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങൾ. പിന്നെ ബാക്ക് അതിൻ്റെ സ്റ്റെപ്പിൻ്റെ ബാക്കിയൊന്നുമില്ല, ചുമ്മാ ചെറുതായിട്ടാണ്. ഭയങ്കര ഗൈസ് മൈൻക്രാഫ്റ്റ് ഭയങ്കര FPS എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കര ലാഗാണ് ഗൈസ്. ഇവിടെ സമയം പോലെ ചെറിയ പിന്നെ അതിൽ കൂടെയൊക്കെ പോവാം. ഇപ്പം മേളതാ ഇവിടെയാണ് മോനെ സെറ്റ്. നമുക്ക് നല്ല വ്യൂ ഇവിടെ ഫുള്ളും കാണാം നമുക്ക്. പിന്നെ ഇതുണ്ട്, ഇത് മേൽഭാഗം. ഇവിടെ നിന്ന് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും. ഇതിൻ്റെ ബാൽക്കണി എന്ന് പറയാം. ഇതുണ്ട്, ഇവിടെ നിന്ന് നമുക്ക് കാണാം. ഓക്കെ, പിന്നെ നമുക്ക് ഇങ്ങനെയുണ്ട്. താഴെ പോയിട്ട് ഈ ഭാഗം നമ്മൾ കണ്ടില്ലല്ലോ. ഇവിടെയാണ് സെറ്റാണ്. ഇവിടെ സീക്രട്ട് ബേസ് എന്നൊക്കെ പറയാം. ഇവിടെ തോന്നുന്നു, സോറി, ഇതാണ് സിനിമ തിയേറ്റർ. ഒരു സീക്രറ്റാണ്. നല്ല സീക്രറ്റ് എന്ന് പറഞ്ഞാൽ സീക്രറ്റ് ഭാഗങ്ങൾക്കും ഒരു ഹോൾ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയാണ്. ഇവിടെ എവിടെയൊന്നും ഇങ്ങനെ പോയി ഇതായി. ഓക്കെ, സ്റ്റക്കാണ് കേട്ടോ. ഇതിൻ്റെ പാർട്ട് 2 കമ്മിങ് സൂൺ. എല്ലാവരും ഇത് കാണുക, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.